ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത്, പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞിട്ട്. പൈപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഹസാർഡ്സും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് എക്സാമിന് മുന്നായിട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈമിൽ പാരലലായിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുക, അതിനെയാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തുടങ്ങി അത് എൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും, അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് എന്താണ്, ടൈം പെട്ടെന്ന് സ്പീഡപ്പായിട്ട് നമുക്ക് പ്രോഗ്രാമൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നതാണ് പൈപ്പ് ലൈനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ കുറച്ച് സ്റ്റേജസ് വരുന്നുണ്ട്. സ്റ്റേജസ് ഓഫ് പൈപ്പ് ലൈനിങ് എന്താണ്, IF ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ദെൻ ID എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, EX എക്സിക്യൂഷൻ, MEM മെമ്മറി ആക്സസ്, WB റൈറ്റ് ബാക്ക്. ഇങ്ങനെ 5 സ്റ്റെപ്സിലൂടെ അല്ലെങ്കിൽ സ്റ്റേജസിലൂടെയാണ് എന്ത് നമ്മളുടെ ഒരു ഇപ്പോൾ ഈ പൈപ്പ് ലൈനിങ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോകുന്ന ഒരു 5 സ്റ്റേജസ് ആണിത്. ഓക്കെ, അതിൽ IF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ഈ തേർഡ് കോളത്തിൽ ഓരോന്നിൻ്റെയും എന്താണ് ചെയ്യുന്നത് എന്നതാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ IF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻസ്ട്രക്ഷൻ ഫെച്ച്, അതായത് ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ക്യാഷിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, ID എന്താണ്, ഡീകോഡ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, ഡീകോഡ് ചെയ്യാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ. ദെൻ എന്താണ്, റീഡ് രജിസ്റ്റേഴ്സ് ടു ഗെറ്റ് സോഴ്സ് ഡാറ്റ, നമുക്ക് എന്ത് ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് ആ ഒരു സോഴ്സ് ഡാറ്റ നമ്മൾ രജിസ്റ്റേഴ്സ് നിന്നിട്ട് ആക്സസ് ചെയ്യും. ദെൻ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂട്ട് ആൻഡ് ALU ഇൻസ്ട്രക്ഷൻ, നമുക്ക് എന്താണോ ആ ഒരു ഇൻസ്ട്രക്ഷൻ ആക്ച്വലി പെർഫോം ചെയ്യാനുള്ളത് ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, മെമ്മറി ആക്സസ്, എന്താണ് ആക്സസ് മെമ്മറി എലമെൻറ്റ്സ്, മെമ്മറിയിൽ നിന്ന് എലമെൻറ്റ്സ് ആക്സസ് ചെയ്യും. റൈറ്റ് ബാക്ക്, പിന്നെ എന്താണ്, റിസൾട്ട് എന്ത് ചെയ്യും, നമ്മുടെ രജിസ്റ്റർ ഫയൽസിലേക്ക് എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ALU ഓപ്പറേഷൻ എന്താണോ ചെയ്തത് അതെന്ത് ചെയ്യും, രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യും. ക്ലിയർ? ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രാം. ഒന്ന് അൺപൈപ്പ് ലൈൻഡും രണ്ടാമത്തേത് പൈപ്പ് ലൈൻഡും. അൺപൈപ്പ് ലൈൻഡിൽ എന്താണ്, നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു എന്താണ്, അറ്റ് എ ടൈമിൽ എന്താണ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക, അൺപൈപ്പ് ലൈൻഡിൽ ഫസ്റ്റത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് IF, ID, EX, MEM, WB, ആ ഒരു സ്റ്റേജാണ്, 3 സ്റ്റെപ്സിലൂടെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കടന്നു പോകുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് എന്ത്, അടുത്ത ഇൻസ്ട്രക്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇൻസ്ട്രക്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് ആ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ. അതും എന്താണ്, ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻസ്ട്രക്ഷൻ 3 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ്, അൺപൈപ്പ് ലൈൻഡ് ഒരു ഇൻസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞത് അവസാനിച്ചതിൻ്റെ ശേഷം മാത്രമാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ഡയഗ്രത്തിൽ എന്താ കാണിച്ചിട്ടുള്ളത്, ആ ഒരു സ്റ്റേജില്ലേ, നമ്മൾ ഈ 5 സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ തന്നെ എന്താണ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫെച്ച് ചെയ്യുന്നുണ്ട് ഇല്ലേ. ആ ഒരു IDൻ്റെ താഴെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ IF വരുന്നുണ്ടോ, ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് ആകുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എന്താണ് പാരലലായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് അത്രയും ടൈം, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് എടുക്കുന്ന ടൈം എന്ത് ചെയ്യും, അവിടെ നമുക്ക് കുറഞ്ഞു കിട്ടും, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും ഓരോ ഇൻസ്ട്രക്ഷൻസും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിലെഴുതുക. ദെൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് സ്പീഡപ്പ് ഡ്യൂ ടു പൈപ്പ് ലൈനിങ്, സ്പീഡപ്പ് ചെയ്യുക, പൈപ്പ് ലൈനിൻ്റെ സ്പീഡപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI വിത്തൗട്ട് പൈപ്പ് ലൈനിങ്, ക്ലോക്ക് സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ ആണ് CPI. ദെൻ CPI വിത്ത് പൈപ്പ് ലൈനിങ്, ഇതാണ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത്. അടുത്തത് പൈപ്പ് ലൈൻ ഹസാർഡ്സ് ആണ്.
പൈപ്പ് ലൈൻ ഹസാർഡ്സ്, നമ്മളിപ്പോൾ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മറ്റേ ടൈമിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആ സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് നേരിടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ചിലപ്പോൾ റിസോഴ്സസിൻ്റെ കോൺഫ്ലിക്റ്റ് വരാം, ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ കോൺഫ്ലിക്റ്റ് വരാം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതെന്നാണ് ഇതിൽ പറയുന്നത് പൈപ്പ് ലൈൻ ഹസാർഡ്സിൽ. ഓക്കെ, then pipeline hazards എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the instruction that pipeline have to process n sequence and the interrelation between these instructions cause issues. അതായത് എന്താണ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, രണ്ട് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താണ് ഇൻ്റർ റിലേഷൻഷിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഹസാർഡ്സ് ആണ് ഇവിടെ പറയുന്നത്. സ്ട്രക്ചറൽ ഹസാർഡ്, ഡാറ്റ ഹസാർഡ്, കൺട്രോൾ ഹസാർഡ്, ഇങ്ങനെ 3 രീതിയിലാണ് ഹസാർഡ്സ് വരുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ റിസോഴ്സസിൻ്റെ കോൺഫ്ലിക്റ്റ്, ചിലപ്പോൾ മെമ്മറി, IO ഇതുപോലെയുള്ള റിസോഴ്സസിന് എന്താണ്, ചിലപ്പോൾ ഒരു ഇൻസ്ട്രക്ഷന് കുറച്ച് റിസോഴ്സസ് വേണ്ടി വരും, സെയിം റിസോഴ്സ് തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് കോൺഫ്ലിക്റ്റ് സംഭവിക്കാം. അപ്പോൾ സ്ട്രക്ചറൽ ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്, റിസോഴ്സസ് ഷെയർ ചെയ്യേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്താണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ട്രൈങ് ടു റീഡ് ആൻഡ് റൈറ്റ് സൈമിൾട്ടേനിയസ്ലി, അതായത് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടൈമിൽ ചെയ്യുമ്പോൾ എന്താണ്, ഫ്രം മെമ്മറി ഓർ രജിസ്റ്റർ ഫയൽസ് കോസ് സ്ട്രക്ചറൽ ഹസാർഡ്. ഈ റീഡും റൈറ്റും ഒരേ സമയത്ത് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്കവിടെ സ്ട്രക്ചറൽ ഹസാർഡ് കോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഡാറ്റ ഹസാർഡ്. ഡാറ്റ ഹസാർഡ് എന്താ, ദിസ് ഒക്കേഴ്സ് ബിക്കോസ് ദർ മേ ബി ഡാറ്റ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ഇൻസ്ട്രക്ഷൻസ്. രണ്ട് ഇൻസ്ട്രക്ഷൻസ് തമ്മിൽ എന്താണ്, ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ബിറ്റ്വീൻ. സോ ആ സമയത്താണ് ഡാറ്റ ഹസാർഡ് വരുന്നത്. അത് 2 ടൈപ്പിലാണുള്ളത്, സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പൈലേഴ്സ് ആർ അസൈൻഡ് ദ ഡ്യൂട്ടി ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് റിസോൾവിങ് ദ ഹസാർഡ്സ്. ഈ ഡാറ്റ ഹസാർഡ് എന്താണ്, റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഇതാണ് കേട്ടോ ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അതിൽ സ്റ്റാറ്റിക്കിൽ എന്താ പറയുന്നത്, കമ്പൈലറിനൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഡാറ്റ ഹസാർഡിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സോൾവ് ചെയ്യുക. അതാണ് സ്റ്റാറ്റിക് ഡാറ്റ ഹസാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് ഡാറ്റ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർസ്, ഇറ്റ്സ് എ ഹാർഡ്വെയർ അസോസിയേറ്റഡ് വിത്ത് പൈപ്പ് ലൈനിങ് ദാറ്റ് സോൾവ്സ് ദ ഇഷ്യൂസ്. ഡൈനാമിക്കിൽ എന്താണ്, ഹാർഡ്വെയർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹസാർഡ്സൊക്കെ എന്ത് ചെയ്യുന്നു, അത് സോൾവ് ചെയ്യുന്നു. അതാണ് ഡൈനാമിക് ഡാറ്റ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വണ്ണാണ് നമ്മുടെ ഡാറ്റ ഹസാർഡ്. ഡാറ്റ ഹസാർഡിൽ എന്താണ്, 2 വരുന്നത്. ഒന്ന് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസും അതുപോലെ തന്നെ രണ്ടാമത്തത് ആൻറ്റി ഡിപ്പെൻഡൻസും. ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താണ്, ഫസ്റ്റത്തെ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുക, ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ്. റൈറ്റ് ആഫ്റ്റർ റൈറ്റ്, ദിസ് ഒക്കേഴ്സ് വെൻ ദ ഇൻസ്ട്രക്ഷൻ റൈറ്റ്സ് ഇറ്റ്സ് ഓപ്പറാൻഡ്സ് ബിഫോർ അതർ ഇൻസ്ട്രക്ഷൻ റൈറ്റ്സ്. മറ്റൊരു ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താണ്, വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഡാറ്റ അല്ലെങ്കിൽ വാല്യൂസൊക്കെ റൈറ്റ് ചെയ്യുന്നത്, ഓപ്പറാൻഡ്സൊക്കെ റൈറ്റ് ചെയ്യുന്നത്. അതാണ് ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസ്. രണ്ടാമത്തത് ആൻറ്റി ഡിപ്പെൻഡൻസ് ആണ്, റൈറ്റ് ആഫ്റ്റർ റീഡ്. ഇതിലെന്താ പറയുന്നത്, ദിസ് ഹാപ്പൻസ് ഇഫ് ദ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ബിഫോർ ദ ഇൻസ്ട്രക്ഷൻ റീഡ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. മൂന്നാമത്തതാണ് ട്രൂ ഡിപ്പെൻഡൻസ്, അതായത് റീഡ് ആഫ്റ്റർ റൈറ്റ്. എന്താണ്, ദിസ് ടൈപ്പ് ഓഫ് ഹസാർഡ് ദാറ്റ് ഓൾവേസ് പോസിബിൾ ഇൻ എ സിമ്പിൾ സീക്വൻഷ്യൽ പൈപ്പ് ലൈനിങ്. ദ ഹസാർഡ്സ് ഒക്കർ വെൻ ഇൻസ്ട്രക്ഷൻ cannot occur because the other instruction has not yet finished its writing into the memory. അതായത് നമ്മൾ റീഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, റീഡ് ചെയ്യുന്നതിനെയാണ് റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ ഹസാർഡ്. കൺട്രോൾ ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്,
when flow of control changes, this can occur due to interrupts, exceptions or branch instructions. നമ്മുടെ എന്താണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ്റെ കൺട്രോൾ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കൺട്രോൾ ഹസാർഡ് എന്ന് പറയുന്നത്. അത് മേ ബി വല്ല ഇൻട്രപ്റ്റ്സ് ഒക്കെ വന്നിട്ടാവാം, അല്ലെങ്കിൽ എക്സെപ്ഷൻസ്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ആ ഒരു ഫ്ലോയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ അങ്ങനെയുള്ള ഹസാർഡ്സിനെയാണ് കൺട്രോൾ ഹസാർഡ് എന്ന് പറയുന്നത്. 2 ടൈപ്പാണുള്ളത്. ഒന്ന് അൺകണ്ടീഷണൽ ഹസാർഡും ഒന്ന് കണ്ടീഷണൽ ഹസാർഡും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. പൈപ്പ് ലൈനിങ് എന്താണെന്ന് പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഡയഗ്രാം, പിന്നെ 3 ടൈപ്പ് ഓഫ് കൺട്രോൾ ഹസാർഡ്സ്: ഡാറ്റ, കൺട്രോള്, അതുപോലെ തന്നെ ഡാറ്റയും കൺട്രോളും സ്ട്രക്ചറൽ ഹസാർഡും. ഓക്കെ.